नमस्ते बच्चों, सभी का स्वागत है ഹിന്ദി ഈ ഗുരു में. അപ്പോൾ മക്കളെ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കൂ. ലോക്ക്ഡൗൺ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകൂ. ഓക്കെ. അപ്പോൾ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പുൽ ബനി ധി മാ നരേന്ദ്ര പുണ്ടരീകിൻ്റെ ഒരു സുന്ദരമായ കവിതയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വേണം നമ്മുടെ ഈ വീഡിയോ കാണാൻ. ഇതിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസും പിന്നെ പ്രീവിയസ് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ പാഠത്തു നിന്നും വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ അതിൻ്റെ കുറിച്ച് പറഞ്ഞത്? പുൽ ബനി ധി മാ, അമ്മയുടെ മഹത്വത്തെ കുറിച്ചിട്ടല്ലേ. മാത്രമല്ല पुरानी पीढ़ी के उत्तरदायित्वों से विमुख होती जा रही नई पीढ़ी के बारे में भी है. എന്താണ് അതിനർത്ഥം? മുതിർന്ന തലമുറയോടുള്ള ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതിന് നേർക്ക് മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ അവരോട് കടമ നിറവേറ്റാതെ നടക്കുന്ന ഒരു പുത്തൻ തലമുറയോടും കൂടി ഒരു സന്ദേശം എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മുടെ നരേന്ദ്ര പുണ്ടരീക് പുൽ ബനി ധി മാ എന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുൽ ബനി ധി മാ നല്ല ക്ലിയറായിട്ട് മുഴുവനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസറുണ്ട്. അതേപോലെ തന്നെ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് നമ്മുടെ പുൽ ബനി ധി മാ എന്ന് ചോദിച്ചത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുൽ ബനി ധി മാ സേ ക്യാ താൽപര്യ ഹേ. എന്ന പ്രയോഗമുണ്ട്, അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. എങ്ങനെയാണ്? പുൽ ദോ കിനാരോं को आपस में जोड़ता है അല്ലേ. പാലം എങ്ങനെയാണോ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ആപ്പസ്മേൻ ചോടന ബന്ധിപ്പിക്കുന്നത്, ഉസി പ്രകാർ അപ്രകാരം മാം ഭി അമ്മയും പരിവാർ കെ ഹർ സദസ്യ കോ ആപ്പസ്മേൻ ചോടനെ വാലി കടി തി. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയെ പോലെയാണ് നമ്മുടെ അമ്മ, പാലത്തെ പോലെ. ഇതുകൊണ്ടാണ് ഇസ്ലേ മാ കോ പുൽ കഹാ ഗയാ ഹൈ. ഇതുകൊണ്ടാണ് നമ്മുടെ കവി നരേന്ദ്ര പുണ്ടരീക് അമ്മയെ പാലവുമായി ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബുഢാ രഹി ഹേ മാ ഇസ്കാ ആശയ ക്യാ ഹേ. അമ്മ വയസ്സായിരിക്കുന്നു, അമ്മയ്ക്ക് എന്തായാലും അമ്മ ഒരു വൃദ്ധയായിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാക്കെ ശരീർ പർ ബുഢാപ്പെ കാ അസർ ദിഖാനെ ലഗാ അല്ലേ. അമ്മയുടെ ശരീരത്തിൽ ആ വാർദ്ധക്യത്തിൻ്റെ ഓരോ അടയാളങ്ങളും കണ്ടു തുടങ്ങി. വ ശാരീരിക और मानसिक रूप से कमज़ोर होने लगी. അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും കാലം തൻ്റെ മക്കൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന അമ്മ ഒരു ദിവസം കൊണ്ട് എന്തായി? പതുക്കെ, ഒരു ദിവസം കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു നേരം അവർ കാണുകയാണ് ശാരീരിക और मानसिक रूप से ശാരീരികപരമായിട്ടും മാനസികമായിട്ടും അമ്മ തളരാൻ തുടങ്ങി. കംസോർ ഹോനയിലേക്ക് എന്നാണ് പറയുന്നത്, ക്ഷീണിതയാവാൻ തുടങ്ങി. ഓക്കെ. ഇതുകൊണ്ടാണ് അമ്മ വൃദ്ധയായി അല്ലെങ്കിൽ അമ്മയ്ക്ക് വയസ്സായി എന്ന് പറയുന്നത്. മാ ആഖിർ മാഹി തോ ഹേ ഇസസെ ആപ്നെ ക്യാ സംജ. അമ്മ എന്നും അമ്മ തന്നെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ്. എന്താണ് മനസ്സിലാക്കിയത് നിങ്ങൾ? മാ അപ്പനെ ബച്ചോं के बारे में सब कुछ जानती है. നമ്മളുടെ അമ്മയ്ക്ക് നമ്മളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനവൻ്റെ കുട്ടികളെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം അല്ലേ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു, അവരുടെ ഓരോ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. माँ का मातृत्व बच्चों की कठिनाइयों को अच्छी तरह जानता है അല്ലേ. അമ്മ എന്ന ആ മാതൃത്വത്തിന് എന്ത് മനസ്സിലാക്കാൻ കഴിവുണ്ട്? ബച്ചോങ്കി കഠിനായ, കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ അച്ചി തര നന്നായിട്ട് തന്നെ അവർ മനസ്സിലാക്കുന്നു. മാക്കെ അഭാവമേയും, അമ്മയുടെ ഇല്ലായ്മയിൽ ബച്ചും നിരാശ്രയോർ ദുർബൽ ഹോത്തെ സമയ മാലു ഹുവാക്കി മാക്കിയ ബദലേ ഓർ കുച്ച് നഹീം അല്ലേ. പിന്നെ അവരെന്തെന്ന് മനസ്സിലാക്കുന്നു? അമ്മയുടെ അഭാവത്തിൽ അമ്മ അവരെ വിട്ട് പോകുമ്പോൾ, അമ്മ ഉണ്ടാകുമ്പോൾ അമ്മയുടെ വിലയറിയില്ല, അമ്മ നഷ്ടപ്പെടുമ്പോൾ അവരെന്ത് മനസ്സിലാക്കുന്നു? മാക്കിയ ബദലേ ഓർ കുച്ചുനഹി, അമ്മയ്ക്ക് പകരം വെക്കാൻ മറ്റൊരാൾക്കാവില്ല എന്നുള്ള സത്യം അവർ അപ്പം തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അതാണ് അമ്മ തന്നെയാകുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്മ എന്നും അമ്മ തന്നെയാണ് എന്ന് പറയുന്നതിന് അർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലിഖി നിമ്നലിഖിത് ആശയ കവിത കി കിൻ കിൻ പങ്ക്തിയോ മേ ഹെ. അപ്പോൾ ഇതിൽ കുറച്ച് ആശയങ്ങളൊരു ഇത് തന്നിട്ടുണ്ട്, അത് ഏത് വരികളുമായി യോജിക്കുന്നു എന്നാണ്. ഫസ്റ്റ് ഇത് നോക്കിക്കേ. ബേട്ടോं का जीवन
ബേരോ കട്ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹാ. അല്ലേ, വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. നോക്കിക്കേ നിങ്ങൾ. दौड़ती रहती थी बेतटक बिना किसी हरिलाल बत्ती के हम लोगों की चुक चुक चक चक. എന്താണ് അതിൽ പറയുന്നുണ്ട്? ക്വസ്റ്റ്യൻ എന്താണ്? ബേട്ടോം കച്ച ബേരോ കട്ടോക്ക്. ബേരോ കട്ടോക്ക് എന്നാൽ ഒരു തടസ്സവും ഇല്ലാതെ, അതാണ് ബേത്തടക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് എക്സാമിന് എന്തായാലും ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ബേരോ കട്ടോക്ക്, അപ്പോൾ ബേത്തടക്ക് അങ്ങനെ താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ നോക്കുക. അപ്പോൾ എന്താണ് ദൗത്യ രീതി? എങ്ങനെയായിരുന്നു മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ ഒരു തടസ്സങ്ങളുമില്ലാതെ കടന്നു പോയി എന്ന് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഇവരെയാണ് കേട്ടോ. ദൗത്യ രത്തി ബേതടക് ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, ഒരു ട്രാഫിക് സിഗ്നലും ഇല്ലാതെ കടന്നു പോയി. ചുക് ചുക് ചക്ച എന്ന് പറഞ്ഞാൽ തീവണ്ടിയുടെ ശബ്ദത്തെയാണ്. അപ്പോൾ തീവണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മുടെ നരേന്ദ്ര പുണ്ടരീക്. മനസ്സിലായില്ലേ? അടുത്തതാണ് മാ കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. അമ്മയുടെ ദേഖ്ഭാൽ, അമ്മയെ നോക്ക് പരിചരിക്കാനുള്ള ജിമ്മേദാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. ബേട്ടോം പർ ആ ഗയി, മക്കളുടെ ചുമലിന്മേൽ വന്നു എന്നാണ്. അതിന് സമാനമാകുന്നത് എന്താണ് നമ്മുടെ കവിതയിലുള്ളത്? നോക്കിക്കേ. ഹാത്തോ ഹാത്ത് രത്തി മാ എക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി. ഹാത്തോ ഹാത്ത് രത്തി എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ. ഏക് ദിൻ, ഒരു ദിവസം, ഹമാരെ കന്തോ മേ ആ ഗയി. കന്തോ മേ ആ ഗയി എന്ന് പറഞ്ഞാലും ബേട്ടോം പർ ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി, രണ്ടും എന്താണ്? ഒരേ അർത്ഥമാണ്. ചുമലിലായി, മക്കളുടെ ചുമലിലായി. അമ്മയുടെ ഉത്തരവാദിത്വം, അമ്മയെ നോക്കുന്നത് ഉത്തരവാദിത്വം എന്നാണ്. മനസ്സിലായില്ലേ? അടുത്ത നോക്കിക്കേ. ബേട്ടെ അപ്നി ദായിത്വ ബദൽത്തെ രഹേ. മക്കള് തങ്ങളുടെ ഉത്തരവാദിത്വം മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു, മാറി മാറി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരുന്നു എന്നർത്ഥം. അതിൻ്റെ സമാനമായ പങ്ക്തി ഏതാണ് നമ്മുടെ കവിതയിൽ? ജബ് തക് ജീവിത് രഹേ മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്തേ. മക്കള് ഓരോരുത്തരായി അമ്മയുടെ സംരക്ഷണ ചുമതല മാറിക്കൊണ്ടിരുന്നു, മാറി മാറി അവർ നോക്കിക്കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് എന്തിന്? അപ്പിനെ ദായിത്വ ബദൽത്തെ രഹേ, തങ്ങളുടെ ഉത്തരവാദിത്വം മാറി മാറി അവർ നിറവേറ്റിക്കൊണ്ടേയിരുന്നു എന്ന് പറയുന്നതിൻ്റെ സമാനമായ പങ്ക്തി. മാക്കി ചലേ ജാനേ സേ ബേട്ടി ബേസഹാരേ ബനേ. എന്താണ് അതിനർത്ഥം? അമ്മ വിട പറഞ്ഞ് ഞങ്ങളെ വിട്ടു പോയതിന് ശേഷം മക്കൾ നിരാശ്രയരായി. ബേസഹാരേ ബനെ എന്നാണ്. അതിന് സമാനമായ പങ്ക്തി ഏതാണ് നമ്മുടെ കവിതയിൽ? ഔർ മാക്കെ കന്തോ സേ ഉത്തർത്തേ ഹി ഉത്തർ ഗയേ ഹമാരേ കന്തേ. അമ്മ ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ വിട്ടു പോയപ്പോൾ, അമ്മയുടെ അഭാവത്തിൽ മക്കൾ ദുർബലരും നിരാശ്രയരുമായി. കന്തോസി ഉദ്ധരണ എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചു പോയപ്പോൾ എന്നാണ് അർത്ഥം കേട്ടോ. ഉദ്ധർ ഗയെ ഹമാരെ കന്തേ എന്ന് പറഞ്ഞാൽ അതായത് നേരത്തെ ഞങ്ങൾ കവിതയിൽ പറഞ്ഞിട്ട് ഉത്തർ ഗയെ ഹമാരെ കന്തോ എന്ന് അർത്ഥമാക്കുന്നത് മക്കൾ ദുർബലരും നിരാശ്രയരുമായി എന്നാണ് കേട്ടോ. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനാണ്, കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖി. സ്ഥിരം എഴുതാൻ എക്സാമിനൊക്കെ ആശയം എഴുതാൻ, ആസ്വാദന ടിപ്പണി എഴുതാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ ആസ്വാദന ടിപ്പണി എഴുതിയിട്ടും ആശയം എഴുതിയിട്ടും കവിതയുടെ. അപ്പോൾ ഫസ്റ്റ് കവിതയുടെ പേര് പുൽ ബനി തീ മാ. സമകാलीन हिंदी कविता के महत्वपूर्ण कवियों में से एक है ശ്രീ നരേന്ദ്ര പുണ്ടരീക്. അപ്പോൾ നമ്മുടെ കവിയെക്കുറിച്ച് ആദ്യൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് നിർബന്ധമല്ലേ? സമകാലീന ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവികളിൽ ഒരാളാണ് നമ്മുടെ നരേന്ദ്ര പുണ്ടരീക്. ഉൻകേക്ക് പ്രസിദ്ധ കവിത ഹേ പുൽബനീതിമ. അവരുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയാണ് പുൽബനീതിമ. പുരാനി പീഡിക്ക് ഉത്തരദായിത്വ സെ വിമുഖ് ഹോത്തി ജാ രഹി നയി പീഡിക്ക് വ്യവഹാർ കെ ബാരെ മേ ഇസ് കവിത മേ ചർച്ച കി ഗയി ഹെ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പ്രായമായവരോടുള്ള കടമകളുടെ നേർക്ക് മുഖം തിരിക്കുന്ന പുതിയ തലമുറയുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ. ഒരു കവിതയെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ കവിയെയും കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത പാരഗ്രാഫിൽ ഇതിൻ്റെ എന്താണ് ആശയം? മാ ഭായിയോം കെ ബീച്ച് പുൽ ബനി തീ. അമ്മ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിരുന്നു. പുൽക്കെ സമാൻ ഹർ സദസ്യക്കു ആപ്പസ് മേ ജോഡനെ വാലി കടി ഹേമ. എങ്ങനെയാണോ പാലം രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്നത്, അതേപോലെ ഞങ്ങൾ സഹോദരങ്ങളെ പരസ്പരം അമ്മ ബന്ധിപ്പിച്ചു. കടിഹ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി, കൂട്ടിയിണക്കുന്ന കണ്ണിയായി. പിതാക്കെ മൃത്യുക്കെ ബാദ് ബി ഭായിയോം കെ ബീച്ച് മാ പുൽ ബനി രഹി. അച്ഛൻ്റെ മരണശേഷവും അമ്മ ആ കടമ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. മാ ധീരെ ധീരെ ടൂട്ടിലേക്ക്. അമ്മ പതുക്കെ പതുക്കെ എന്തായി? അമ്മയ്ക്ക്
ക്ഷീണം, അതായത് അമ്മയ്ക്ക് വയ്യാണ്ടായി തുടങ്ങി. എന്താണ് അതിനർത്ഥം? മാനസിക और शारीरिक रूप से कमज़ोर होनेയിലേക്ക്, ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അമ്മ തളർന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് അമ്മ വയസ്സായി തുടങ്ങി, അല്ലെങ്കിൽ അമ്മ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ധീരെ ധീരെ ബച്ചോं की सशक्त कंधों में ബോझ് ബൻ ഗയി. എന്താണ് അമ്മ? ഒരു ബോझ് എന്ന് പറഞ്ഞാൽ ഭാരമായി തീർന്നു. മക്കളുടെ തോളിൽ, അല്ലെങ്കിൽ മക്കൾക്ക് അമ്മ ഒരു ഭാരമായി തീർന്നു. പർമാക്ക മാതൃത്വ ബച്ചോങ്കി ഇസ് കഠിനായി സഹനയും ഭയ. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും എന്താണ്? അയ്യോ, എൻ്റെ മക്കളെ ഞാൻ കാരണം ബുദ്ധിമുട്ടാണല്ലോ എന്ന് അമ്മയുടെ മാതൃത്വം അലട്ടിക്കൊണ്ടേയിരുന്നു അമ്മയുടെ മനസ്സല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു അമ്മ? സ്വയം ഉൻകെ കന്തോം സെ ഉതർ ഗയി. സ്വയം, അതായത് അമ്മ മരിച്ചുപോയി. കന്തോം സെ ഉതർ ഗയി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, അവരെ വിട്ട് പിരിഞ്ഞുപോയി. മത്ലബ് ഉസ്കാ അന്തിം പ്രയാൺ ഹോ ഗയാ. എന്താ അതിൻ്റെ അർത്ഥം? അന്തിം പ്രയാൺ ഹോ ഗയ എന്ന് പറഞ്ഞാൽ അമ്മ അവരെ വിട്ടു പോയി, മൃത്യുവായി എന്നല്ല, അത് മരണപ്പെട്ടു എന്നർത്ഥം. മാക്കി അഭാവമേ ബച്ചി നിരാശ്രയോർ ദുർബൽ ഹോ ഗയേ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ അഭാവത്തിൽ മക്കൾ നിരാശ്രയരും ദുർബലരുമായി തീർന്നു. ഉസ് സമയ ഉൻകോ മാലൂം ഹുവാ കി മാ കി ബദലേ ഓർ കുച്ച് നഹീ. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് അമ്മയ്ക്ക് പകരം അമ്മ മാത്രമാണെന്ന്. മനസ്സിലായില്ലേ? ഇത് ഏറ്റവും സിമ്പിളായിട്ട്, അധികം ആസ്വാദന ടിപ്പണിയോ ആശയോ എഴുതാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ. എക്സാമിന് നിങ്ങൾക്ക് ഇത് പഠിച്ചു പോയാൽ തന്നെ മതി. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ആശയം എഴുതിയാലും ആസ്വാദന ടിപ്പണി ആയാലും എക്സാമിന് മസ്റ്റാണ്. നമ്മുടെ ഏത് എക്സാമിനും നമ്മുടെ പുൽബനീതിമാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പുൽബനീതി മാലിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഇയർത്തിയാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് മറ്റേ ഇയറിലുകളൊക്കെ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ്, അതിന് വേണ്ടിയിട്ട് മാത്രം ഞാനിത് കൊടുത്തേന്നുള്ളൂ. നോക്കിക്കേ നിങ്ങൾ, നമ്മുടെ കവിതയുടെ പങ്ക്തികളാണല്ലേ. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ മാകിർ ഹി മാഹി തോ ഹേ വാ പിന്നെയോ ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തെ ദേഖ് ഹമാരെ കന്തോം സെ ഉത്തർ ഗയി മാ और മാ കെ കന്തോ സെ ഉത്തർത്തെ ഹി ഉത്തർ ഗയി ഹമാരെ കന്ദേ എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതെന്ന് എന്താണ്? ഈ കുറച്ച് ഇങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിക്കുക. കുറച്ച് പങ്ക്തി തരും, എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് വരിക ചെയ്യാം. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? ഇതും നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ ഹാഷി വാലി പങ്ക്തി കവിതാംശ സെ ചുൻകർ ലിഖേ എന്നാണ്. ഈ ആശയമുള്ള എന്താണ്? മാ മർ ഗയി, അമ്മ മരിച്ചുപോയി എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? കന്തോൻ സെ ഉത്തർ ഗയി മാ അല്ലേ. കന്തോൻ സെ ഉത്തർ ഗയി എന്ന് പറഞ്ഞാലാണ് അമ്മ മരിച്ചുപോയി എന്ന് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് 1 മാർക്കാണ്, അത് മാത്രം എഴുതി വെച്ചാൽ മതി. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രസ്തുത പങ്ക്തിയൊക്കെ ആശയിലേക്ക്, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ആശയങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു തന്നൂലേ. അത് നിങ്ങൾ ഈ പങ്ക്തിയുടെ മാത്രമാണ് കേട്ടോ. ഈ പങ്ക്തിയുടെ ആശയം നിങ്ങൾ എഴുതി വയ്ക്കുക. കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണ്ടേ, കവിയെക്കുറിച്ച് കൊടുക്കുക, പിന്നെ പങ്ക്തിയുടെ ആശയം കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ, ആൻസർ ചെയ്തതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളിതിന് ആൻസർ ചെയ്താൽ മനസ്സിലായില്ല എല്ലാവർക്കും. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മക്കളെ, എല്ലാവർക്കും നമ്മുടെ പുൽബനീതിമാ എന്ന കവിത മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കവിതയുടെ ആശയം പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കവിത നമ്മൾ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മക്കളെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ധന്യവാദ് ബച്ചു.